ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വിറ്റി ഷെയർസ് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഈ എക്സാമ്പിൾ 9 ഒന്ന് നോക്കാം. ദ ഷെയർസ് ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് അറ്റ് ₹80 per share ആൻഡ് ദ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹8 per ലാസ്റ്റ് ഇയർ. ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് പറയുന്നതിന് പകരം അവർ 80 രൂപയ്ക്കാണത് സെയിൽ ചെയ്യുന്നത്. ആൻഡ് അതിനൊരു ഡിവിഡൻഡ് ലാസ്റ്റ് ഇയറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഷെയറിന് 8 രൂപയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ഗ്രോത്ത് റേറ്റ് ഓഫ് 5% പെർ ഇയർ. ഓരോ വർഷവും ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന 5% വെച്ചത് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളോട് കാൽക്കുലേറ്റ് ദ ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 7%, കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ഇക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനും, രണ്ടാമത്തേത് നിലവിൽ 5% ഇൻക്രീസ് ആവുന്നത് ചിലപ്പം 7% വരെ ഗ്രോത്ത് റേറ്റ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ D1 ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് ജി ആണ് വരുന്നത്. ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് അല്ല ഇവിടെ നോക്കുന്നത്. കാരണം നെറ്റ് പ്രൊസീഡ്സ് നോക്കുന്നത് പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ കെ ഇ എന്ന് പറയുന്നത് D1 ബൈ MP പ്ലസ് ജിയും, ഒപ്പം തന്നെ D1 തന്നിട്ടില്ല, ഡിവിഡൻഡ് എന്താണെന്ന് തന്നിട്ടില്ല. അപ്പോൾ D1 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് D0 ഇൻറ്റു 1 പ്ലസ് ജിയും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് നിലവിൽ ലാസ്റ്റ് ഇയറിൽ കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് എത്രയാണ്? 8 രൂപയാണ്. ഇൻറ്റു 1 പ്ലസ് ജി എന്ന് പറയുന്നത് എത്രയാണ് ഗ്രോത്ത്? 5% ആണ്. അപ്പോൾ 8 പ്ലസ് എന്താണ് 5% ആണ് വരേണ്ടത്. ഓക്കെ, 5% ഓഫ് 8 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 8 ഇൻറ്റു 1 എന്ന് പറയുന്നത് 8ഉം പ്ലസ് പിന്നെ നമുക്ക് കാണേണ്ടത് ഈ 8ൻ്റെ തന്നെ 5% ആണ്. 8ൻ്റെ 5% പറയുമ്പം 0.40 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം 8 പ്ലസ് 0.40 പറയുമ്പോൾ 8.40. ഇതാണ് നമുക്ക് D1 ആയിട്ട് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ നോക്കാനുള്ളത് 8.40 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ D1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 8.40 ആണെന്നുള്ളത് പറഞ്ഞു. ഇനി അത് ഡിവൈഡഡ് ബൈ MP, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്കാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് റേറ്റ് ആണ് പറഞ്ഞത് 5% അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? 15.5% അവർക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് എന്താണ്? D1 ബൈ MP പ്ലസ് ജി, സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ MP എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റ് പ്രൈസ് വരേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണമെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ D1 ബൈ എന്ത് വരും? KE മൈനസ് ജി ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. അതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇക്വേഷൻ. MP ഓർ NP ഫ്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ചെയ്യുന്ന സമയത്ത് KEയുടെ അപ്പോൾ MP ആണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. KE കാണാൻ D1 ബൈ MP പ്ലസ് ജി ആണെങ്കിൽ ഇതിൽ MP കാണണമെങ്കിൽ കാണേണ്ടതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ബാലൻസ് എന്താണ്? അപ്പോൾ ഈ KE ആണ് പകരം എങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? D1 ബൈ ഈ KE ഇങ്ങോട്ട് വന്നത് ഇവിടെ പ്ലസ് ജി എന്നുള്ളത് എന്തായി? മൈനസ് ജി ആയിട്ട് മാറി. അപ്പോൾ D1 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. 8 ഇൻറ്റു 1 പ്ലസ് 7% ആണ്. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ 8 ഇൻറ്റു 1 8 പ്ലസ് 8ൻ്റെ 7% എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 8.56 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ചിട്ട് ഈ MP കാണാം. MP കാണുമ്പോൾ സെയിം ഈ ഇക്വേഷനിൽ കൊടുക്കുക. D1 എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 8.56 ആണ്. ഡിവൈഡഡ് ബൈ KE എന്ന് പറയുന്നത് 0.155 ആണ്. മൈനസ് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7% ആണ് വരുന്നത്.
ഈ 0.155 എന്ന് കിട്ടുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ D1 എന്ന് പറയുന്നത്. അപ്പോൾ അത് മൈനസ് ഗ്രോത്ത് റേറ്റ് 7% പറയുമ്പോൾ 0.07. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും മൈനസ് ചെയ്യുക, അതേപോലെ അത് കിട്ടിയ ഉത്തരത്തിനും കൊണ്ട് ഇതിന് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100.7. ഇന്ന് ആ സമയത്ത് 7% ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. നിലവിൽ ഇപ്പോൾ 80 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 5% വളർച്ചയാണുള്ളത്. അപ്പോൾ 100 രൂപയാവുന്ന സമയത്ത് 7% ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ ഓഫ് ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ് വെൻ ഡിവിഡൻസ് ഓഫ് ദ പാസ്റ്റ് ഇയേഴ്സ് ആർ ഗിവൺ. മുൻ വർഷങ്ങളിലെ ഡിവിഡൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്രോത്ത് റേറ്റ് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ഒരു റെക്കോർഡ് ലാസ്റ്റ് 5 ഇയറിലെ റെക്കോർഡ് ഇവിടെ തന്നിട്ടുണ്ട്. 5 വർഷത്തെ കാര്യങ്ങളാണ്. ഓരോ വർഷവും കൊടുത്ത ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻസ് എന്താണെന്നുള്ളതും കോസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർ ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ₹135 പെർ ഷെയർ. 135 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് ഷെയറിനെങ്കിൽ നമ്മളോട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 3% വരും. അങ്ങനെയാണെങ്കിൽ പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണാനാണ് പറഞ്ഞത്. ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻസ് എന്ന് പറയുമ്പം അവിടെ എന്താണ് നമുക്ക് ഇക്വേഷൻ വരുന്നത് 17.02, അതായത് ലാസ്റ്റ് 5th ഇയറിൽ വരുന്നത് ഈക്വൽ ടു 14. ആദ്യത്തെ 14 × 1 + G ഹോൾ റേസ് ടു 4. കാരണം 5 വർഷത്തെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറയുമ്പോൾ ഹോൾ റേസ് ടു 4 ആണ് വരുന്നത്. അപ്പോൾ 1 + G ഹോൾ റേസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തായി മാറി 17.02 ഡിവൈഡഡ് ബൈ 14 ആയിട്ട് മാറി. അപ്പോൾ 1.215 ആണ് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോമ്പൗണ്ടിങ് ടേബിൾ, അതായത് ടേബിൾ 3 അതാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ ജി ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 5% കറസ്പോണ്ടിങ് ടു 1.215 അഗെയിൻസ്റ്റ് 4th ഇയർ. അതാണ് നമ്മൾ നോക്കേണ്ടത്. 4ാമത്തെ വർഷം എടുക്കുക, അതിന് നേരെ 5% ഈ ഒരു വാല്യൂ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർത്ത് ഇയർ 4ാമത്തെ വർഷമാണ് പറഞ്ഞാൽ 4ാമത്തെ വർഷത്തിൽ 5% 1.216 1.215 എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആൻസർ 1.215 ആണ്. 5% ആണ് ഗ്രോത്ത് റേറ്റ് എങ്കിൽ ആ 5ൽ എവിടെയാണ് ഈ വാല്യൂ വരുന്നത് നോക്കുക. ആക്യുറേറ്റ് ആയിക്കോളണമെന്നില്ല. 1.216 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് 1.215 ആണ്. അപ്പോൾ അത് എത്രാമത്തെ വർഷത്തിന് നേരെ വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് 4th ഇയറിലേക്കാണ് അത് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേഷനായിട്ടും 1.215 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അല്ല ടേബിൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ 4th ഇയറിൽ ഗ്രോത്ത് റേറ്റ് ജസ്റ്റ് 5% എന്താണെന്നുള്ളത് നോക്കിയപ്പോഴും ഏകദേശം ഈ ഒരു വാല്യൂ ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ് ഇൻറ്റു 100 + G ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഈക്വൽ ടു എന്ത് വരണം 17.02, അതായത് ഏറ്റവും ലാസ്റ്റ് ഇയറിൽ വന്നത് 17.02 × 1 + ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 5%. അപ്പോൾ ദാറ്റ് ഇസ് 17.87 ആണ് അവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ളത് ഇക്വേഷൻ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് 17.87 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമുക്ക് 135 ആണെങ്കിൽ 135 ഇൻറ്റു 100 + ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻഡ് 17.87 ആണ്.
നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 135 രൂപ ഷെയറിനെങ്കിൽ എന്ന് പറയുന്നുണ്ട്. 135 രൂപ എൻ്റെ 5% ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ 5%, അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് 18.2% ആണ് അവിടെ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർസ്. ഇനി പുതിയതായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് വരികയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാണുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, പ്ലസ് ജി കൂടി വരുന്നുണ്ട്. 17.87 ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ്, ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 135 ആണ്, മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 3% ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ ഇൻറ്റു 100ഉം പ്ലസ് ഗ്രോത്ത് റേറ്റ് 5%. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 13.6% പ്ലസ് 5% ആണ് വരിക ഫൈനലി. അതായത് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ഇത് മൈനസ് ചെയ്യാം, അതിനുശേഷം ഇതിൽ നിന്ന് ഇത് ഡിവിഷൻ ചെയ്യുക. ഈ 17.87 ഡിവൈഡ് ബൈ ഈ ഒരു ഡിഫറൻസ് എത്ര വെച്ചാൽ അത് എഴുതുക. ലാസ്റ്റ് നമുക്ക് ഇൻറ്റു 100 ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിന് അതിനോട് കൂടിയിട്ട് 5% ആഡ് ചെയ്യുക. അപ്പോൾ 13.6% ആണ് വരുന്നത്, പ്ലസ് 5% കൂടി വരും. അപ്പോൾ 18.6% ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വിറ്റിയുടെ തന്നെ പല കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മോഡലാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് റേറ്റിനായിരിക്കും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇക്വേറ്റ്സ് വിത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിംഗ്സ് പെർ ഷെയർ വിത്ത് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. അപ്പം ഈ ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്. ഡിസ്കൗണ്ടിങ് മെത്തേഡിൽ ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഇപ്പം പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കെ ഇ ഈക്വൽ ടു ഇ പി എസ് ബൈ എം പി ഓർ എൻ പി ഇൻറ്റു 100. ഇ പി എസ് എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്രയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതിനൊക്കെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇ പി എസ് ഈസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. എപ്പോഴും ഇ പി എസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇവിടെ 100% ആയിരിക്കും. അതായത് ഒരു കമ്പനിയിൽ കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വെൻ എ ഫേം ഈസ് എക്സ്പെക്റ്റഡ് ടു ഏൺ ആൻ എമൗണ്ട് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈക്വൽ ടു ദ കറണ്ട് റേറ്റ് ഓഫ് റിട്ടേണിങ്സ്. അതായത് ഒരു ഫേം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഈക്വൽ ആയിരിക്കണം കറണ്ട് റേറ്റ് ഓഫ് ഏർണിങ്സിന്. വെൻ ദ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഇ പി എസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഏർണിംഗ് പെർ ഷെയർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഷെയർ പ്രൈസിൽ എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഏർണിങ്സ് നമുക്ക് കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 3 ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. എല്ലാ ഏർണിങ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ഏർണിംഗ് പെർ ഷെയർ കനോട്ട് ബി അസ്യൂംഡ് ടു ബി, ഓരോ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്നും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഷെയർ പ്രൈസ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റീറ്റെയിൻഡ് ഏർണിങ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഷെയർ പ്രൈസ് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റെയിൻഡ് ഏർണിങ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രൈസ് ഷെയർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി കൺസിഡറിങ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 50 lakhs എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനി പ്രതീക്ഷിക്കുന്ന ചിലവ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. അപ്പോൾ നിലവിൽ കമ്പനിയുടെ കയ്യിൽ 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 160 രൂപയാണ്. അതിന് ഏണിങ്സ് എന്ന് പറയുന്നത് ₹90 lakhs ആണ് കിട്ടുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റും അതേപോലെ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അസ്യൂമിങ് ഷെയർ പ്രൈസ് 55 ആയിട്ട് കൂടും എന്നുള്ള പ്രൈസ് ഓഫ് ദ ആൻഡ് കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ വിൽ ബി ₹5 പെർ ഷെയർ. ഒരു ഷെയർ കോസ്റ്റ് എത്ര വരുന്നത് 5 രൂപയാണ് ഒരു ഷെയറിന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. കെ ഇ ഈക്വൽ ടു ഇ പി എസ് ബൈ എം പി ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ വരുമ്പം ഇ പി എസ് എത്രയാണ് വരുന്നത്, നമുക്ക് 90 lakhs ആണ് നെറ്റ് ഏർണിങ്സ് തന്നിട്ടുണ്ട്. 90 lakhs ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസും എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 10 lakhs ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും വരുമ്പോൾ എന്തായി, നമുക്ക് ഇ പി എസ് എന്ന് പറയുന്നത് 9 ആണ് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം ഇ പി എസ് ബൈ എം പി.
അതായത് 9 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന EPS എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ബൈ MP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MP എത്ര രൂപയാണ് ഇവിടെ മാർക്കറ്റ് വാല്യൂ 60 രൂപയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി പുതിയ ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുമ്പം അതും EPS ബൈ NP ഇൻറ്റു 100 ആണ്. ഒരു ഷെയറിന് ഇപ്പം 9 രൂപയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ബൈ NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് 55 രൂപയാണ് വരുന്നത്. അതിൽ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ വരുന്നുണ്ട്. 5 രൂപ മൈനസ് ചെയ്യാം. അപ്പോൾ 55 മൈനസ് 5 അവിടെ ചെയ്യേണ്ടത്. ഇൻറ്റു 100 18% ആണ് പുതിയൊരു ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു EPS എത്രയെന്ന് അറിയണമെങ്കിൽ ആകെ 90 ലക്ഷം ഉണ്ട്. അതിൽ 10 ലക്ഷം ഷെയറാണ് ഉള്ളത്. അപ്പോൾ 90 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം ചെയ്യുമ്പോൾ ഒരു ഷെയറിൻ്റെ ഏണിംഗ് പെർ ഷെയർ 9 രൂപയെന്ന് കിട്ടി. അത് വെച്ചിട്ടാണ് ഇക്വേഷൻ ചെയ്തത്. അതാണ് EPS ബൈ 60 ഇൻറ്റു 100 15% ആണ്. ഈ പുതിയൊരു ഇക്വിറ്റി ഷെയർ എടുക്കുന്ന സമയത്ത് 9 ബൈ EPS എന്താ 9 ആണ് ബൈ NP എന്ന് പറയുന്നത് 55 എന്ന് 5 ലെസ് ചെയ്യുക. കോസ്റ്റും കൂടിയിട്ട് കുറയ്ക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 18% എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി റിയലൈസ്ഡ് yield മെത്തേഡ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു മാർക്കറ്റ് പ്രൈസ് ഒരു ഫ്യൂച്ചർ ഡിവിഡൻറ്റിലെ മാർക്കറ്റ് പ്രൈസ് അൺസർട്ടൺ ആവുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു overcome this difficulty, average rate of return actually realized in the past few years by the investors is used to determine the cost of capital. ഓരോ ഇൻവെസ്റ്റേഴ്സും അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തിലത്തെ ഈ റെക്കോർഡുകളാണ് എടുത്ത് നോക്കുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം റിയലൈസ്ഡ് yield ഈസ് ഡിസ്കൗണ്ടഡ്. നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വൽ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ഇതിൽ CAPM മെത്തേഡ് എന്നാണ് പറയുന്നത്. ഡെവലപ്പ് ചെയ്തത് വില്യം എഫ് ഷാർപ്പാണ്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത്. എപ്പോഴും പറയുന്നത് ഇക്വിറ്റി ഷെയർസിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് ഏതിനെ ബേസ് ചെയ്തിരിക്കും, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും. റിസ്ക് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേണും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റിസ്ക് കുറവാണെങ്കിൽ റിട്ടേണും കുറവായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് ഇതുള്ളത്. അസോസിയേറ്റ് അറ്റ് ആൻ ഇക്വിറ്റി ഷെയർ, ഒരു ഇക്വിറ്റി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ടൈപ്പ് റിസ്കുകൾ വരുന്നുണ്ട്. അത് ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും രണ്ടാമത്തെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കുമാണ്. സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ ബീറ്റ എന്നുള്ള സെൻസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്, ബീറ്റ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇവിടെ KE = RF ആണ് ഇവിടെ താഴെ, പ്ലസ് β1 ഇൻറ്റു RM മൈനസ് RF ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ബി എന്ന് പറയുന്നത് ബീറ്റ കോഎഫിഷ്യൻ്റ് ആണ്. RM എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ആവറേജ് മാർക്കറ്റ് റിട്ടേൺ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു CAPM മോഡലിനെ കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളൂ. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റുകളും നോക്കുക. അത് തിയറിറ്റിക്കലി സൗണ്ടാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ചെയ്തു വരുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഡയറക്ട്ലി കൺസിഡേഴ്സ് ദ റിസ്ക് റിഫ്ലക്റ്റഡ് ഇൻ ബീറ്റ ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇക്വിറ്റിയുടെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ബീറ്റനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇനി ഇതിന് ഡീമെറിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് സം പ്രോബ്ലംസ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഈ ഒരു മോഡൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേൽ ബീറ്റ മെഷർ ഓഫ് റിസ്ക് കൺസിഡേഴ്സ് ഓൺലി എ സിസ്റ്റമാറ്റിക് റിസ്ക്. രണ്ട് തരത്തിൽ റിസ്ക് ഉണ്ടെങ്കിലും ബീറ്റ മെഷർ ചെയ്യുന്നത് ഏത് മാത്രം, സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം. അതുകൊണ്ട് തന്നെ സം ഇൻവെസ്റ്റേഴ്സ് മേ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടോട്ടൽ റിസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു ടോട്ടൽ റിസ്ക് ഉണ്ടാവുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര നിരാശയായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നോക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റിംഗ് ടു കമ്പനി.
ഫസ്റ്റ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 11%. ബീറ്റ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1.25% വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KE ആണ്. അപ്പോൾ KE എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു RF പ്ലസ് ബീറ്റ I ബ്രാക്കറ്റിൽ RM മൈനസ് RF ആണ് വരുന്നത്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ കണ്ടുപിടിക്കേണ്ടതിന് ആദ്യം എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് എടുത്തേക്കുക. ബാക്കിയുള്ളവർക്ക് അതുപോലെ. അപ്പോൾ RF 1.25, ബീറ്റ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1.25%. അപ്പോൾ 1.25 ഇൻറ്റു KE ഈക്വൽ ടു 11%. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ 11% ആണെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 11% ആണെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 1.25 KE പ്ലസ് 17%, 1.25 ഇൻറ്റു 15% മൈനസ് 11%. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് അവിടെ എടുക്കുക. അതിനുശേഷം കാൽക്കുലേഷൻ ഇതേ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക. 1.1, അതായത് 11% പ്ലസ് 5% പ്ലസ് 16% ആണ് ഇവിടെ വരുന്നത്. വെൻ ബീറ്റ വൺ എന്ന് പറയുന്നത് എന്താണ്? 1.75 ആണ്. അപ്പോൾ KE എന്ന് പറയുന്നത് 11% പ്ലസ് 1.75 ഇൻറ്റു 15% മൈനസ് 11%. അപ്പോൾ 15 മൈനസ് 11 എന്ന് പറയുമ്പോൾ എന്താ വരിക? -7 ആണ് വരുന്നത്. ഓക്കെ, സോറി, -7 അല്ല, 15 മൈനസ് 11%. അപ്പോൾ എത്ര വരും നമുക്ക്? ഈ ഒരു 11% പ്ലസ് 7%, അതായത് 15 നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടുക. 4 ഇൻറ്റു 1.75 എന്ന് പറയുന്നത് 7% ആയിരിക്കും. 7%. അപ്പോൾ 11 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 18% ആണ് ആൻസർ ഇവിടെ വരുന്നത്. പിന്നെ ഒരു ഡിവിഡൻഡ് മോഡൽ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓൾറെഡി ഗോർഡൻ ആണ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഈ ഒരു മോഡൽ പ്രകാരം ഇൻവെസ്റ്റ് ഓൾവേസ് പ്രിഫർ ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴും ഒരു ഇൻവെസ്റ്റർ പ്രിഫർ ചെയ്യുന്നത് അധികം റിസ്ക് ഇല്ലാത്ത ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കമ്പനി ഷുഡ് പേ പ്രീമിയം ഓൺലി ഓൺ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മുകളിലൊക്കെ ഒരു റിസ്ക് പ്രീമിയം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഗോർഡൻ മോഡൽ സജസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വുഡ് ഓൾവേസ് പ്രിഫർ ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വിച്ച് ഹിം കറണ്ട് ഇൻകം. അതായത് ഇപ്പോൾ നിലവിൽ എന്താണോ കറണ്ട് ഇൻകം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിൽ ഒരു മിനിമം എങ്കിലും ഗോർഡൻ സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഇൻവെസ്റ്റർ വുഡ് ഓൾവേസ് പ്രിഫർ ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. KE ഈക്വൽ ടു D ഇൻറ്റു 1 പ്ലസ് G ബൈ DE ആണ് പറയുന്നത്, പ്ലസ് G എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ D എന്ന് പറയുന്നത് കറണ്ട് ഡിവിഡൻറ്റ്, G എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻ്റ് ആണ്, ഗ്രോത്ത് റേറ്റ് ആണ്. പിന്നെ വന്ന് DF ആണ്. അപ്പോൾ അത് DF എന്ന് പറയുന്നത് എക്സ് ഡിവിഡൻറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. മുന്നേ മാർക്കറ്റിൽ എന്താണോ ഈ ഒരു ഷെയറിന് വില ഉണ്ടായിരുന്നത് വെച്ചാൽ ആ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇതിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇക്വേഷൻ മാറാതെ തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക്